ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഫ്രസ്ട്രേഷൻ അല്ലേ? അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ഈ ഫ്രസ്ട്രേഷൻ. ഈ ഫ്രസ്ട്രേഷൻ എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം, അതായത് നമ്മുടെ താരതമ്യപ്പെടുത്തൽ, കമ്പാരിസൺ. നമ്മൾ രാവിലെ എണീച്ച് കുളിച്ച് മാറ്റി നമ്മൾ പുട്ടും കടലയും കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ എന്താ സംഭവം, ആരാ വന്നിനെ, ഒരു വണ്ടി കാണുന്നുണ്ടല്ലോ, എന്താ നടക്കുന്നത്, അടുത്ത ചെക്കനോട് പോയി, അല്ലെങ്കിൽ മറ്റുള്ള എടിയുള്ളത് എന്ന് പറഞ്ഞ പോലുള്ള മറ്റുള്ളവൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത്. അവിടെ അതാ പുതിയ കാറ് മേടിച്ചിട്ടുണ്ട്, അവനെന്തോ കള്ളക്കടത്ത് പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള നമ്മൾ മറ്റുള്ളവൻ്റെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൻ്റെ സന്തോഷം കെടുത്തിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ഒരുപാട് മാനസാന്തര ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ കണ്ട സാഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിഷയമാണ്. ഒന്നാമത് പോലീസുകാരുടെ വിഷയം പറഞ്ഞു, രാഹുലിൻ്റെ വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രതികരിക്കുമ്പോൾ രാഹുൽ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരും എൻ്റെ നേരത്തെ കുതിര കയറാൻ വരണ്ട. ഓൻ പെണ്ണ് പിടിച്ചിട്ട് ഇനി അത് സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ പറയുന്നതെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. രാഹുൽ ചെയ്തത് തെറ്റ് തന്നെ. പക്ഷേ ആ തെറ്റ് എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് തെറ്റാണ്. അയാൾ മൊത്തം ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ഒക്കെ ആണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അയാൾ ഞാൻ MLA ആണ്, MLA പ്രേമിക്കാൻ ആളുണ്ടോ എന്ന് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ടൊന്നുമല്ല ഈ വിഷയത്തിലേക്ക് വന്നത്. അപ്പോൾ പെൺകുട്ടികൾ അയാളെ ഇഷ്ടമായി, അവർ തമ്മിലൊരു പേഴ്സണൽ ബോണ്ടായി, അവർ തമ്മിലൊരു ഇഷ്ടമുണ്ടായി, അവർ ബ്രേക്കപ്പായി. അത്രയേ ഉള്ളൂ ആ വിഷയത്തിലുള്ള നിലപാട്. ഞാൻ പറയാം, എൻ്റെ നിലപാടുള്ളൂ. അപ്പോൾ ഈ പ്രതികരിക്കുന്ന ആൾക്കാർ രാഹുലിൻ്റെ കാല് തല്ലി ഓടിക്കും, അവനെ മറ്റേതാക്കും മറിച്ചതാക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കാണ് കയപ്പ്. മനസ്സിലായോ? നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുക, എന്താ എൻ്റെ പ്രോബ്ലം എന്താണ്? മനസ്സിലായില്ലേ? രാഹുൽ തെറ്റ് ചെയ്തോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയമ സംവിധാനം ഇടുന്നുണ്ട്. അയാൾ തിരുത്തി ഇത് കഴിഞ്ഞ് അയാളെ പുറത്താക്കുകയോ കാര്യങ്ങളോ എന്താ വേണ്ടുന്നില്ലാവും പുറത്ത് നടക്കും. പക്ഷെ നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്തിനാണ് അയാളെ മേൽ കുതിര കയറാൻ പോകുന്നത്? ആരും ആയിക്കോട്ടെ, രാഷ്ട്രീയപരമായി മുതലെടുക്കുന്ന ആൾക്കാരോടൊന്നും പറയാനില്ല, അത് വേറെ, അതോറെ ബിസിനസ്സാണ്. ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരോട് നമുക്കൊരിക്കലും പങ്കുപിടിക്കാൻ പറ്റില്ല. അവരുടെ നം വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അവർ പലതും ചെയ്യും. അപ്പോൾ അതിനൊന്നും നമുക്ക് മറുപടി. ഞാൻ പറഞ്ഞ കോമൺ പീപ്പിളായിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഫ്രസ്ട്രേഷൻ കണ്ടു. FB ഇയാളുടെ ഇൻസ്റ്റാ പേജിലൊക്കെ ആര് വലിച്ച് അയാളെ തെറി വിളിക്കുന്നത് കണ്ടു. അങ്ങനെ ഇപ്പോൾ ആരാണ് ഈ കാലത്ത് അയാളുടെ യുവാവല്ലേ, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ നോർമലായിട്ടൊന്ന് പ്രേമിച്ച് ബ്രേക്കപ്പ് ആയതാണപ്പാ. ഇതിനൊന്നും വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തിട്ട് പെൺകുട്ടികൾ വിചാരിക്കും ഇങ്ങനെയാണെന്ന്. ആരെങ്കിലും ഒരാൾ പ്രേമിച്ച് അവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ അപ്പാട് കേസെല്ലാം കൊടുത്ത് വിഷയാക്കാന്നെല്ലാം വിചാരിക്കും. അതിനൊന്നും നമ്മളൊരു ജനറലൈസ് ചെയ്യാൻ പാടില്ല, വളർത്താൻ പാടില്ല. രണ്ട് തെറ്റാണ്, അവിടെ നിന്നോട്ടെ, എന്നാൽ അവർ തമ്മിൽ എന്താ അടിച്ച് തീർത്തോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടേക്കാം. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഫുണ്ടകൾ പാവങ്ങളാപ്പാ. നമ്മൾ ഗുണ്ടകളല്ല, നമ്മൾ ഫുണ്ടകളാണ്. ഈ ഫുണ്ടകളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫുണ്ടകൾ അസ്വസ്ഥരാണ്. ഞാനിപ്പം മനസ്സിലാക്കിയത് ഫുണ്ടകൾക്ക് സാധനം കിട്ടാനില്ല. ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ ഫുണ്ടകൾ ഉപയോഗിച്ചിരുന്ന ലഹരി പദാർത്ഥങ്ങളൊന്നും ആവശ്യത്തിന് കിട്ടുന്നില്ല. സാധനങ്ങളുടെ വിലക്കയറ്റം, അമേരിക്ക 50% താരിഫ് ടാക്സ് കൂട്ടിയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇന്ത്യൻ വിപണിയിൽ മൊത്തം വിലയിടിവും സ്വർണത്തിന് വില ഒരു ഭാഗത്ത് കുതിച്ചു കയറുകയാണ്. എല്ലാ വിഷയത്തിലും ഫുണ്ടകൾ അസ്വസ്ഥരാണ്. ഫുണ്ടകൾക്ക് വേണ്ടുന്ന ഒരു സാധനവും ലഹരി പദാർത്ഥങ്ങളൊന്നും യഥേഷ്ടം ലഭ്യമല്ല. അതിനുവേണ്ടി ഫുണ്ടകൾ ബാംഗ്ലൂർ, മംഗലാപുരം, ഹൈദരാബാദ്, മുംബൈ, നമ്മുടെ എന്താതിൻ്റെ പേര് ഹിമാചൽ പ്രദേശ്, ഇവിടെയൊക്കെയുള്ള തീർത്ഥയാത്രയിലേക്കാണ് അധിക ഫുണ്ടകളും. നോക്കുമ്പോൾ ഫുണ്ടകളൊക്കെ ബിസിയാണ്. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ മനസ്സിലാക്കിയൊരു വിഷയം ഇങ്ങനെ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വിചാരിച്ചിട്ട് ഇതും ജനറലൈസ്ഡ് അല്ല, മൊത്തമായിട്ടൊന്നും അടച്ചാതീക്ഷിക്കാൻ പറ്റില്ല. 10ൽ
ഒരു 5 വരെ വരുന്നുണ്ട്. ഇപ്പോൾ വളരെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും വലിയ പിന്നെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരെയാണ് പ്രശ്നമായിട്ട് കാണുന്നത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കുട്ടികളൊക്കെ. അപ്പോൾ ഈ കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞു വന്നത് അവരെ തമാശാക്കിയൊന്നല്ല. കുട്ടികളും ഇപ്പറഞ്ഞ പോലെ സാധനങ്ങളുടെയൊക്കെ ഉപയോഗത്തിലേക്ക് അങ്ങ് ഇങ്ങനെ മേജർ പെർസെൻറ്റേജ് ഓഫ് ദ ആൾക്കാർ ഇതിലേക്ക് ചാടി വീഴാനുള്ള കാരണം എന്താ അറിയോ, അതും ഫ്രസ്ട്രേഷൻ തന്നെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. ഫ്രസ്ട്രേഷൻ, സൊസൈറ്റി ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹെവി പ്രഷർ ഓഫ് ഫ്രസ്ട്രേഷൻ. അത് ഈ ഫ്രസ്ട്രേഷൻ കാരണമാണെന്ന് പറയാൻ കാരണം ഒരു 2 തരത്തിലുണ്ട്. അവരുടെ ടീനേജ് പ്രായത്തിൻ്റെതോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അപക്വത കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് പെട്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. അത് കയപ്പ് കൊണ്ട് പെട്ടുപോകുന്ന അല്ലെങ്കിൽ വീട്ടുകാരുടെ അശ്രദ്ധ കൊണ്ട് പെട്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. അവർ റെഡിയാവും, അവരെ പേടിക്കണ്ട. അവർ തന്നെ ഒന്ന് മെച്യൂർ ആകുമ്പോൾ എല്ലാത്തൊന്നും ഒഴിവാക്കിയിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരും. പക്ഷേ വേറൊരു വിഭാഗമുണ്ട്, അവർ അറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്, പക്ഷെ എനിക്കിത് വേണം, എന്നാലേ എൻ്റെ ലൈഫ് നോർമലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഫുണ്ടകൾ. അവരാണ് യഥാർത്ഥ ഫുണ്ടകൾ ഫ്രസ്ട്രേറ്റഡ് ആകാനുള്ള കാരണം എന്താണ്? അവർ കുട്ടികളല്ലേ. അവരാരാണ് പിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്? അവരെന്താണ് അനുകരിക്കുന്നത്? സൊസൈറ്റിയെ. ഞാൻ ഇപ്പറഞ്ഞ പോലെ ഇപ്പറഞ്ഞ രാഷ്ട്രീയക്കാരും ഇപ്പറഞ്ഞ മതമേലധ്യക്ഷന്മാരും ഇപ്പറഞ്ഞ സമൂഹം ഒന്നടങ്കം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ കോപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ മിനി വെർഷൻ, നമ്മുടെ മിനി വെർഷനായിട്ടുള്ള ഈ കുട്ടികൾ സമൂഹത്തിൻ്റെ പ്രതിഫലനം തന്നെയായിരിക്കും. അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിനൊരു സംസ്കാരമുണ്ടെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കുട്ടികളിലും കാണും. സമൂഹത്തിന് സംസ്കാരമില്ല. സമൂഹം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മറ്റുള്ളവൻ്റെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്ന രീതിയിൽ അധംപതിച്ചിരിക്കുകയാണ്. ഈ അധപതനത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ 2K ഫുണ്ടകളിലും കാണുന്നത്. വേറൊന്നുമല്ല. അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ വളർത്തുന്നത് എങ്ങനെയാണ്? എടാ കണ്ടിനാ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് റാങ്കാ, അവൾ അടിപൊളി മാർക്ക് മേടിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് കോപ്പകളിൽ ഇങ്ങനെ രാവിലെ ഉടുത്തൊരുങ്ങി പോകുന്നുണ്ടല്ലോ. ഇതാണ് കൊടുക്കുന്ന മെസ്സേജ്. എല്ലാത്തിനും കമ്പാരിസനാണ്. ഇനി അപ്പുറത്തെ വേറൊരു നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടി, അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോട് നിങ്ങൾ പറയുന്നത്, കണ്ടിനാ നീ പഠിച്ച കോളേജ് തന്നെ ഓനും പഠിച്ചിന്, എനിക്ക് ബൈക്ക് വാങ്ങി തന്നിന്, ഓൻ നടന്നു പോയിട്ടാണ് പഠിച്ചത്. എന്നിട്ട് നോക്കിയാൽ ഓൻ ഇന്ന കമ്പനിയിൽ ഇത്ര പോസ്റ്റിൽ ജോലി കിട്ടി, ഓൻ ഇത്ര സാലറി ഉണ്ട്, നീ ഇവിടുന്ന് ഇപ്പോൾ പുട്ടും കടലയും കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും ഫ്രസ്ട്രേഷൻ കടന്നു വന്നിട്ട് കുട്ടികൾക്ക് മത്സര ബുദ്ധി, മറ്റുള്ളവൻ്റെ വളർച്ചയിൽ അസൂയ കൊള്ളാനുള്ള ട്രെയിനിങ്, മറ്റുള്ള ആൾ കഷ്ടപ്പെട്ട് നേടിയതിനെ അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയാതെ ഇവിടെയുള്ള ആളുടെ എന്തോ ഒരു കുറവാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ഇതൊരു 10 കുട്ടികൾക്ക് നേരെ ഇങ്ങനെ നടക്കുമ്പോൾ, പലതരത്തിലുള്ള ഷെയ്മിങ് നടക്കുമ്പോൾ അതിൽ 5 ആൾക്കാർ സ്വാഭാവികമായിട്ടും MDMA അല്ലെങ്കിൽ മെത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ കിട്ടുന്ന കഞ്ചാവോ ഈ സാധനങ്ങൾക്കൊക്കെ സ്വാഭാവികമാണ്, വളരെ സ്വാഭാവികമാണ്. അതിലേക്ക് എത്തിപ്പെടാനുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ സൊസൈറ്റി ഒരു മാതൃക കൊടുക്കുക, ഒരു മെസ്സേജ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ പോവും, എന്നാലും ഉണ്ടാവും. പക്ഷെ അത് വളരെ പെർസെൻറ്റേജ് നമുക്ക് വളരെ കുറക്കാൻ പറ്റും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. കാരണം ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്, നല്ലൊരു പെർസെൻറ്റേജ് നമ്മുടെ യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ ടീനേജിൻ്റെ ഒരു 16 വയസ്സ് മുതൽ 25 വയസ്സ് വരെ മാത്രം എടുത്താൽ മതി. അതിൻ്റെ മേലുള്ള ആളെ വിട്ടുകളാണ്. അവന്മാർ സ്വന്തം ബുദ്ധി കൊണ്ട് നശിക്കാൻ പോകുന്നതാണ്. നശിക്കട്ടെ എന്ന് വിചാരിക്കാം. ഈ യങ് ബ്ലോസംസ് വളർന്നു വരുന്ന ജനറേഷൻ, ഇവന്മാർ ഇതിൽ വളരെയധികം ട്രാപ്ഡായിട്ടുണ്ട്. ഈ ഒരു ഡ്രഗ് അസോൾട്ടിന് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയയുടെ കയ്യിലേക്ക് ഒരുപാട് ചെറിയ കുട്ടികൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എല്ലാ മേഖലയിലും പറയുന്നത് ഫ്രസ്ട്രേറ്റഡാന്ന് പറയാൻ കാരണം ഇത് വെറും ഈ 3 വിഷയം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്.
ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ പോലീസുകാരുടെ വിഷയത്തിലായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലായാലും നമ്മുടെ 2K ഫണ്ടുകളുടെ വിഷയത്തിലായാലും എല്ലാത്തിനും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കാര്യം, നിങ്ങൾ വളരെ വിശാലമായി ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ കാണുന്ന ഒരു ബേസിക് ആയിട്ടൊരു ഫാക്ടറാണ് ഞാനീ പറഞ്ഞ ഫ്രസ്ട്രേഷൻ. പോലീസുകാർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവരെ ജോലി കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. പിന്നെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഞാനീ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് ഡ്രഗ് അസോൾട്ട്സ്, ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാർ സ്വാഭാവികമായി ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ ഒരു നല്ല അടിക്കാൻ കൊള്ളാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ള പണമുള്ള ആൾക്കാരെ നോക്കി തിരഞ്ഞുപിടിച്ച് അടിച്ചിട്ട് അവരുടെ അടുത്ത് പൈസയും മേടിച്ചിട്ട് കള്ളു കുടിക്കാനുള്ള വകുപ്പ് കണ്ടെത്തുന്ന രീതിയിൽ എത്തുന്ന ഒരു ഫ്രസ്ട്രേഷൻ, പോലീസുകാരുടെ ഫ്രസ്ട്രേഷൻ നമ്പർ 1. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടം ഹിംസെൽഫ് ഈസ് ഫ്രസ്ട്രേറ്റഡ്. അവൻ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവനുള്ള ആ പെൺകുട്ടിയായിട്ടുള്ളൊരു അനാവശ്യമായിട്ട് റിലേഷൻ ഉണ്ടാക്കുകയും ആ റിലേഷനെ മോശമായി ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് പിന്നീട് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിക്കൊണ്ട് അവർ തമ്മിൽ തന്നെ കേസാകുന്ന രീതിയിലുള്ള ഫ്രസ്ട്രേഷനായി. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ ഒരു വിഭാഗം കൂട്ടുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. എങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആണ്? ഓൻ ഇത്ര ചെറുപ്പത്തിലെ MLA ആയി, പോട്ട് എങ്ങനെയല്ലോ ഓനെ തോപ്പിക്കാൻ നോക്കി, നടന്നില്ല, ഓൻ ജയിച്ച്. എന്നിട്ട് നോക്കുമ്പോൾ ഓൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓനിക്ക് പെണ്ണ് കൊടുത്തു, എന്നോ ഓനെ വിടൂല. വേറെ ആരെങ്കിലും പ്രായമുള്ളൊരു നേതാവിലാണെങ്കിൽ നമുക്ക് പോട്ടെ നോക്കാം. ഉണ്ടായിട്ടില്ലേ? നിങ്ങളെല്ലാവരും വിഷയങ്ങൾ മറന്നു പോകുന്നതാണ്. ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രായമുള്ള നേതാക്കളാണെങ്കിൽ അങ്ങ് വിട്ടേക്കാം, പക്ഷെ ഇവനെ വിടാൻ പറ്റില്ല. അപ്പോൾ അവനെതിരെ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ട് അവനെ കാർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വി ആർ ലിവിങ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ 2K ഫണ്ടുകളിൽ നിന്ന് എല്ലാവരും തമാശയാക്കുന്ന ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? അവരെ ഫാമിലി പ്രഷർ കൊണ്ടും പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പാരൻസും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സോഷ്യൽ എലിമെൻറ്റ്സ് ഒക്കെ കൂടി അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ട് അവരെ തള്ളിവിടുകയാണ്. ഗോ ആൻഡ് യൂസ് സ്റ്റഫ്. അപ്പോൾ അവർ ചെറിയ കുട്ടികളല്ലേ, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, യുവത്വം അധികവും അസ്വസ്ഥമായിരിക്കും. അപ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരും ഈ പറഞ്ഞ പോലെ പിന്നെ സാമാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അവരും നിർബന്ധിതരായാണ്. അപ്പോൾ ഇനി ഇവർ മാത്രമല്ല, ഈ 3 എക്സാമ്പിൾ പറഞ്ഞത് മെയിനായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ മത മേലധ്യക്ഷന്മാരെ എടുക്കാം. ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. ഇതിൽ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ ഒന്നുമില്ല, ചെറ്റകൾ എല്ലായിടത്തും ഉണ്ട്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറ്റകൾ, വർഗീയ കോമരങ്ങൾ, നാറികൾ എല്ലാ മതത്തിലുമുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ആദ്യം പറഞ്ഞു. ഇതാണ് ഇതിനുള്ള നമ്മുടെ എന്താ പറയുന്നത് ഡിസ്ക്ലെയിമർ. ആരും ഞാൻ നല്ലതൊന്നും പറയുന്നില്ല, ആരും വെടുക്കുന്നില്ല. ചെറ്റകൾ, വർഗീയ കോമരങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലത്തുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നാറി നേതാക്കന്മാർ, മത മേലധ്യക്ഷന്മാർ എല്ലാ മതത്തിലുമുണ്ട്. ഓക്കെ, ഇനി എടുക്കാം. ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ ഫ്രസ്ട്രേഷൻ എങ്ങനെയാണ് സമൂഹത്തിൽ പിന്നെ ഒരു ക്രൂഷ്യൽ എലിമെൻ്റായിട്ട് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യം പറയാം. ഇപ്പം അടുത്ത് ഒരു നേതാവ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഞാൻ തുപ്പിക്കാണിക്കാമെന്ന് പറഞ്ഞ പോലെ ഞാൻ അയാളുടെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്, പക്ഷെ ആരോഗ്യമുള്ള സെറ്റായിട്ട് തടിച്ചിട്ട് ഇല്ല ആളാണ്. അധികം താടിയൊന്നും അധികം ഇല്ല, ക്ലീൻ ചെയ്യുക, പ്രദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ നേതാവ് പാവ. അദ്ദേഹം പേഴ്സണലായിട്ടൊന്നും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാൻ ഞാൻ ആളല്ലേ, ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ നീരുന്ന ആളല്ല. പക്ഷേ ഇയാളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് നടത്തിയത് എന്താണെന്ന് ഓർമ്മ ഉണ്ടാകും. ഇയാൾ വെച്ചങ്ങ് പറയാണ്, മറ്റുള്ള ആൾക്കാർ കള്ളന്മാരാണ്, അവന്മാർ പിന്നെ നമ്മുടെ ആൾക്കാരെ നശിപ്പിക്കുന്നു, ഈ രാജ്യത്തുള്ള എല്ലാ സ്വത്തും ഇവന്മാർ തട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊന്നും വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇയാൾ ഫ്രസ്ട്രേഷനാണ്, ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആര്? ഞാനീ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്താണ് ഇയാൾ ഫ്രസ്ട്രേഷൻ പറഞ്ഞു തരട്ടെ. ആ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ നേതാവ് ഒരു സെയിൽസ് മാനേജറായിട്ട് കമ്പയർ ചെയ്തതാണ്. ഈ രാഷ്ട്രീയ നേതാവ് നല്ലൊരു സെയിൽസ് മാനേജറാണ്. ഓക്കെ, പക്ഷെ കുറച്ച് കാലമായിട്ട് ഈ സെയിൽസ് മാനേജറുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഈ സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഇതൊരു സാധനമാണ്, ഇതൊരു പ്രൊഡക്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇയാൾ നല്ലോണം വിറ്റുകൊണ്ടിരുന്നതാണ്. ആൾക്കാർ നല്ലോണം മേടിച്ചിട്ട് ഇയാൾ നല്ലോണം ഇത് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് നല്ലോണം ഇൻസെൻറ്റീവ് എല്ലാം വാങ്ങി സെറ്റായിട്ട് നിന്നൊരു സെയിൽസ് മാനേജറാണ്, ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ഇയാളുടെ കസ്റ്റമേഴ്സ് തന്നെ, ഇയാളുടെ സ്വന്തം കസ്റ്റമേഴ്സ് തന്നെ, മനസ്സിലായില്ലേ, ഇയാളുടെ സ്വന്തം ആൾക്കാർ തന്നെ പഴയ ഒരു താല്പര്യമില്ല. മനസ്സിലായോ?
അവർക്ക് ഈ സാധനത്തോട് പഴയതുപോലെ താല്പര്യമില്ല. അപ്പോൾ ഇയാൾ ചെയ്യുന്നതെന്താ അറിയോ? ഇയാൾ പറയാണ് നല്ല സാധനമാണ്, ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ മേടിക്കണം പ്ലീസ്. അപ്പോൾ ഇവർ പറയാണ് വേണ്ട സാറേ, വേണ്ടായിട്ടാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാവ് പറയാം അങ്ങനെ പറയില്ലപ്പാ, അതെന്താ വേണ്ടാന്ന് പറയുന്നത്? നല്ല സാധനമല്ലേ എനിക്ക് തരുന്നേ, നല്ല സാധനം എടുത്തോ, വെച്ചോളി, നീ എടുത്തോളി, നമുക്ക് എന്തെന്നായി പറയും, നീ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അഥവാ നമ്മുടെ പൊതുജനങ്ങൾ എന്നും കൈതകളല്ല. പൊതുജനങ്ങൾ പറയാണ് എൻ്റെ പൊന്നു സാറേ വേണ്ടാനിട്ടാണ്, നിങ്ങളുടെ ഈ വർഗീയത നിറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചോളി ഇത് പ്ലീസ്. അപ്പോൾ രാഷ്ട്രീയ നേതാവ് മനസ്സിലായി, ഓ മൈ ഗോഡ്, എൻ്റെ സാമാനം പഴയതുപോലെ ആരും എടുക്കുന്നില്ല, ആർക്കും വേണ്ട, എൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ വാട്ട് ഹാവ് ടു ഡു, ഞാൻ എന്ത് ചെയ്യും ഇനി? അപ്പോൾ നമ്മുടെ ചാണക്യനായ ഈ രാഷ്ട്രീയ നേതാവ് ചിന്തിക്കുകയാണ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾ ചിന്തിച്ചിട്ട് അയാൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമുണ്ട്. അയാൾ മനസ്സിലാക്കാണ്, ഇനി എൻ്റെ സാധനം വിൽക്കണമെങ്കിൽ ഞാൻ വളരെ പ്ലാൻ പണണം. പഴയതുപോലെ വെറുതെ അങ്ങ് എടുത്തോന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകാനൊന്നും ജനങ്ങൾ തയ്യാറല്ല. അപ്പോൾ ഞാൻ വളരെ പ്ലാൻ ചെയ്തിട്ട് വളരെ അടിപൊളിയായിട്ട് കൊടുത്താലേ ജനങ്ങൾ എടുക്കും. ഓക്കെ, ഈ പ്ലാനിങ് ആണ് നമ്മൾ ഈ കാണുന്ന എന്തെന്ന് മൈക്ക് കെട്ടിയിട്ട് കവലയിൽ വന്നിട്ട് അപ്പുറത്തെ ഷോപ്പുകാരനെ അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിക്കാരനെ അല്ലെങ്കിൽ അപ്പുറത്തെ മതത്തിലുള്ള ആളെ വെച്ച് തെറി വിളിക്കുക. ഓൻ കള്ളനാണ്, ഓൻ കൊണ്ടുവരുന്ന സാധനം മറ്റേ രാജ്യത്തു നിന്നാണ്, ഓൻ്റെ കയ്യിലുള്ള മൊത്തം സാധനം ഫ്രോഡുകളാണ്, നിങ്ങളൊന്നും അത് നോക്കാൻ പാടില്ല. മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. ഇതാണ് ഫ്രസ്ട്രേഷൻ. അതായത് ഈ സെയിൽസ് മാനേജർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് എക്സ് അവൻ്റെ സാധനം പോയിട്ട് അവൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവൻ്റെ കയ്യിലുള്ള ഈ ഐഡിയോളജി ആരും എടുക്കുന്നില്ല. ഇതെങ്ങനെയും വിൽക്കുകയും ചെയ്യണോ? ഇത് കയ്യിൽ വെച്ചിട്ടെന്താ കാര്യം? വരുമാനം വേണ്ടേ? പഴയതുപോലെ ജനങ്ങൾ പിരിവൊന്നും തരുന്നില്ല. അപ്പോൾ എന്താക്കുക, ഞാനെന്ന സെയിൽസ്മാൻ, ഞാനെന്ന രാഷ്ട്രീയ നേതാവ് തെറി വിളിക്കാണ്, മറ്റവൻ കള്ളനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല സാധനം ഇല്ല, പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, മറ്റുള്ളവൻ്റെ സാധനത്തിന് അകത്തുക. നിൻ്റെ അടുത്ത് നല്ല ഇല്ലെങ്കിൽ അപ്പുറത്തെ, ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടുകാരൻ അവൻ പഠിച്ച് വളർന്ന് വളരെ കഴിവുകൊണ്ട് വിജയിച്ചതുകൊണ്ട് ഈ സ്വന്തം വീട്ടിലെ കുട്ടിയെ കുറ്റം പറയുക, നീ എന്തുവാടാ കളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. അതാണ് രാഷ്ട്രീയ നേതാവും കാണിക്കുന്നത്. എ കൈൻഡ് ഓഫ് മാസ് ഫ്രസ്ട്രേഷൻ ഇൻ പൊളിറ്റിക്സ്, ഇൻ റിലീജിയൻ. പൊളിറ്റിക്സ് ഇത് തന്നെയാണ്, പക്ഷെ പൊളിറ്റിക്സ് വേറെ രീതിയിലാണ്, ഇത് റിലീജിയസ്. ഇനി ഈ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നബിദിനം കഴിഞ്ഞപ്പോൾ എന്താ നടക്കുന്നത് അറിയോ? നബിദിനത്തിന് എല്ലാം നല്ലത്, നിങ്ങൾ ചോറ് വെക്കുന്നതും നബിദിനം കഴിക്കുന്നതും എല്ലാം നല്ലത്, എല്ലാം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. പക്ഷേ അതിലൊരു വിരോധാഭാസം കിടക്കുന്നുണ്ട്. എന്താ അറിയോ? മൂന്ന് നേരം ബിരിയാണിയും നെയ്ച്ചോറും കറിയും കഴിക്കുന്ന, നല്ല രീതിയിൽ ജീവിക്കുന്ന അതേ ആൾക്കാർ തന്നെയാണ് വീണ്ടും ആ ഒരു ദിനത്തിൽ കുറച്ചും കൂടിയും 10 കിലോ എന്നുള്ളത് 100 കിലോ ആക്കിയിട്ട് ബീഫ് ഫ്രൈയും 1 ചെമ്പ് ബിരിയാണി വെക്കുന്നതിന് പകരം 10 ചെമ്പ് ബിരിയാണിയിൽ നെയ്ച്ചോറും വെച്ചിട്ട് എവിടെയാണ് കൊടുക്കുന്നത്? അതാണ് ടോപ്പിക്. വെക്കുന്നതിലൊന്നും തെറ്റില്ല, ഇത് എവിടെയാണ് എത്തുന്നത്? ഈ സ്ഥിരം തിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ വീണ്ടും അവരുടെ ഇടയിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങളിത് ഇല്ലാത്തടത്ത് എത്തിച്ചോ, നിങ്ങളിത് UP-യിൽ കൊണ്ടേ കൊടുക്കുക. ആടെയുണ്ട് നടക്കുന്നത്, പക്ഷേ അവർക്ക് അരിയില്ല, ബീഫില്ല, അവർ വെറും മൗലൂദിൽ സലാത്ത് മാത്രം ചൊല്ലി നിർത്തുകയാണ്. ഇല്ലാത്തടത്ത് എത്തിക്ക് പറ്റൂല അല്ലേ? കുറച്ച് പണിയുണ്ട് അതിന് അന്വേഷിക്കണം എവിടെയാണ് ഇല്ലാത്തത്, പിന്നെ അതിന് ലിസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഇവിടുന്ന് വണ്ടി പിടിക്കണം, അങ്ങ് എത്തിക്കണം. ഇവിടെ അമ്മക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് തിന്നാൻ സമയമില്ല അല്ലേ? ഫ്രസ്ട്രേഷനാണ്, തിന്നിട്ട് മതിയാകുന്നില്ല. വേറൊരു സംഭവം കൂടിയുണ്ട്, കമ്പാരിസൺ. ഈ പള്ളിയിലെ ആൾക്കാർ, പേരൊന്നുമില്ല, വീണ്ടും എക്സ് പള്ളിയിലെ ആൾക്കാർ പള്ളിയിലെ ആൾക്കാരോട് മത്സരിക്കുകയാണ്. എന്തിനാ അറിയോ? ഇവിടെ 10 ചെമ്പ് ബിരിയാണിയും നെയ്ച്ചോറോ വെക്കുന്നത്, അപ്പുറത്ത് 11 ആകാൻ പാടില്ല. അപ്പുറത്ത് 11 ആണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ 12 പണി തുടങ്ങാം. കമ്പാരിങ് ബിറ്റ്വീൻ സ്റ്റഫ്. ഫ്രസ്ട്രേഷൻ, ടൂ മച്ച് ഓഫ് ഫ്രസ്ട്രേഷൻ ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, വിലയിരുത്തി കഴിഞ്ഞാൽ, ഈ ഫ്രസ്ട്രേഷൻ്റെ
പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന, നമ്മൾ പറയുന്നില്ലേ ഗുണനിലവാരമില്ല, നാട് പണ്ടത്തെ പോലെയല്ല, ഭയങ്കര ചിലവാണ്, ഭയങ്കര ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല, ഇപ്പോഴത്തെ കുട്ടികൾ തെറുപ്പിക്കാണ്. നോ, കുട്ടികളൊന്നല്ല, നിങ്ങളാണ് ആദ്യം നന്നാവേണ്ടത്, നമ്മളാണ് ആദ്യം നന്നാവേണ്ടത്. എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാത്തിനെയും പറയേണ്ട ആവശ്യമുള്ളൂ. ഫ്രസ്ട്രേഷൻ ഒന്ന് കുറച്ചാൽ മതി. എല്ലാവരും നമ്മുടെ അസഹിഷ്ണുതയും നമ്മുടെ ഒന്നിനോട് ഉപമയാക്കൽ കുറക്കുക. നന്മയ്ക്ക് വേണ്ടി ഉപമിച്ചോളൂ പ്രശ്നങ്ങൾ. ഈ മത്സര ഓട്ടത്തിനും തമ്മിൽ തല്ലാനും മറ്റുള്ളവനെ അവഹേളിക്കാൻ വേണ്ടിയുള്ള ഉപമ നാശത്തിലേ കൊണ്ടെത്തിക്കും. അതിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മതമേലധ്യക്ഷന്മാരുടെ സംഭവദേശം മനസ്സിലായല്ലോ. അപ്പുറം ഇപ്പുറം അവഹേളിക്കുക, മത്സരിച്ചുകൊണ്ട് സാധനം ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുക, ഇതെല്ലാം ഇവരുടെ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ. ഇനി പൊളിറ്റിക്സിലേക്ക് എടുത്തോ. പൊളിറ്റിക്സിലെ ഫ്രസ്ട്രേഷൻ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ചക്ക എന്ന് പറയുമ്പോൾ ചക്ക എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മാങ്ങക്ക് കിലോന് 50 റുപ്യ വില എന്ന് പറയുന്നതാണ് ഇവരുടെ ഫ്രസ്ട്രേഷൻ. ഇവർക്ക് മറുപടി ഒന്നും പറയാനില്ല. അപ്പോൾ വായി തോന്നിയത് വിളിച്ചു പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ചക്ക എന്ന് പറഞ്ഞ പോലെ തോന്നിവാസം പറയാം. ഇതാണ് പൊളിറ്റിക്സിലെ ഫ്രസ്ട്രേഷൻ. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പം വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടുവന്നിട്ട് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ബാംഗ്ലൂർ ഇന്ന വീട് നമ്പർ 80-ാം വീട് നമ്പറിൽ 85 വോട്ടുള്ളത്, അവിടെ പോയി നോക്കുമ്പോൾ 2 ആളെ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇതിനൊക്കെ ചോദിച്ചപ്പോൾ BJP ആൾക്കാർ മറുപടി പറഞ്ഞിട്ടില്ല. എന്ത് പ്രഹസനായ അവർ പറഞ്ഞത്. അവർ ഫസ്റ്റ് തന്നെ പറഞ്ഞതറിയോ, സോണിയാഗാന്ധി കള്ള വോട്ട് ചെയ്തിന്. സോണിയാഗാന്ധിക്ക് 1980 വോട്ടർ ലിസ്റ്റിൽ പേര് കയറ്റാൻ അവകാശമില്ല, അതുകൊണ്ടാണ്. പിന്നെ ആദ്യം അതിന് മറുപടി പറയാം. എടോ, നീ വോട്ട് കട്ടിനോന്ന് ചോദിച്ചാൽ നീ കട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറുപടി പറയാം. നീ ഓൻ്റെ അമ്മ വോട്ട് ചെയ്തിനോ അല്ലെ ഓൻ്റെ അച്ഛൻ വോട്ട് ചെയ്തിനോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമുള്ളത് അല്ലേ? നമ്മുടെ ജനാധിപത്യം എത്രത്തോളം മലീമസമാക്കപ്പെട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അവർ പറഞ്ഞത്. ഈ രാഹുൽ ഗാന്ധി സാധനം പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു വോട്ട് കളവ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ മറുപടി പറയുന്നതിന് പകരം പറയുന്നത് കേട്ടില്ലേ? ഇവർ പറയുക വയനാട് ഇതിൽ ഇവനും കള്ള വോട്ട് ചെയ്തതിന്. എവിടെയൊക്കെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവും. പക്ഷേ അയാളല്ലേ ചോദിച്ചിരുന്നു നിങ്ങളുടെ അടുത്ത്, ഇങ്ങനെ ഈ വോട്ട് കളവിലൂടെയാണോ വീണ്ടും അധികാരത്തിലെത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുമോ, അതിനുള്ള ആധികാരികമായിട്ട് മറുപടി പറയുന്നതിന് പകരം ഈ വയനാട് ഇതിൽ കട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ 80 വോട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നത്. എന്തൊക്കെ നോൺസെൻസ് ഇവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മൾ ഈ പ്രോബ്ലംസിനുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇനിയുള്ള തലമുറയെങ്കിലും ഇതിങ്ങനെയായി എന്ന് വിചാരിച്ചിട്ട് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ആർക്കും ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ആർക്കും ആരെയും സഹായിക്കാൻ സമയമില്ലാത്ത, എല്ലാവരും മത്സരയോട്ടത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന വളരെ വിഷാദകരമായ ഒരു സാമൂഹിക ഘടന, ഒരു സൊസൈറ്റിയാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതിനുള്ളൊരു മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റൊരു സംഭവമേ ഉള്ളൂ. അതിനുള്ള ഏറ്റവും വലിയൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ കണ്ടൻമെൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതൃപ്തി ശീലിപ്പിക്കുക. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, ഓക്കെ, എൻ്റെ മനസ്സിലുള്ളത് എനിക്കിപ്പം തന്നെ ഒരു നല്ല മിൽക്ക് ഷേക്ക് കുടിക്കണം. പക്ഷേ ഞാൻ എന്നോട് തന്നെ പറയാം, ഫസ്റ്റ് നിൻ്റെ മുന്നിലുള്ളത് ഇവനാണ്. വെള്ളം, പച്ചവെള്ളം തുറക്കുക, ആവശ്യമുള്ള വെള്ളം കുടിക്കുക. മനസ്സിലായോ? ഫസ്റ്റ് കുടിക്കുക, അവിടെ വെക്കുക. ഇതാണ് കണ്ടൻറ്റ്മെൻറ്റ്. പച്ച മലയാളത്തിൽ അർത്ഥം പറഞ്ഞ സംതൃപ്തി പരിശീലിപ്പിക്കുക കുട്ടികളാണല്ലോ നാളത്തെ സൊസൈറ്റി ആകുന്നത്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയൊക്കെ ആയി. നമുക്ക് താല്പര്യം ബെഡ്റൂമുകളിൽ നോക്കാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ആയി. അതായത് കണ്ടൻമെൻറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഓൺ താങ്ക്സ് ഗിവിങ് വെൻ യു തിങ്ക് അബൌട്ട് all you are grateful for. Hopefully you feel a sense of contentment. If you not, have another piece of pie and then you will feel contentment. Contentment is not an excited kind of happy. It's more like peaceful ease of mind. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയാണ്
നമ്മൾ തൃപ്തി അടയാൻ പഠിക്കുക, അല്ലെങ്കിൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ പഠിക്കുക. ഇതാണ് ഇതിനൊക്കെയുള്ള മരുന്ന്, വേറൊന്നുമില്ല. അതായത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, നമുക്ക് എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ അങ്ങേയറ്റം നന്ദിയുള്ളവരും നമ്മൾ അതിൽ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയൂലേ ഹാപ്പി മോഡ്, ജോളി മോഡ്, അതല്ല. എപ്പോഴും നമ്മൾ സന്തോഷത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി ഉള്ള സാധനങ്ങൾ, ഞാനിപ്പം പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഉച്ചക്ക് കഴിക്കാനുള്ളത് ചോറും പരിപ്പ് കറിയും മാത്രമാണെങ്കിൽ ഐ ആം ഹാപ്പി ഫോർ ദാറ്റ് ചോറ് ആൻഡ് പരിപ്പ് കറി എന്നുള്ള മാനസിക നിലയിലേക്ക് സമൂഹത്തെ വാർത്തെടുക്കലാണ് നമ്മുടെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്കുള്ള ആകെയുള്ളൊരു മരുന്ന്. അതെല്ലാ മേഖലയിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായിക്കോട്ടെ, സാമൂഹികമായിട്ടുള്ള പോലീസുകാരുടെ മേഖലയായിക്കോട്ടെ, ഡോക്ടർമാരുടെ മേഖലയായിക്കോട്ടെ, രാഷ്ട്രീയക്കാരുടെ മേഖലയായിക്കോട്ടെ, പിന്നെ മതങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് സംതൃപ്തി, കണ്ടൻമെൻറ്റ് എന്താണെന്നുള്ളത് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ നമ്മളെ മാവേലി തമ്പുരാന വരുന്നതായി ബന്ധപ്പെട്ട് പോയപ്പോൾ കണ്ട വിവിധ മേഖലയിലുള്ള ഫ്രസ്ട്രേഷനെ പറ്റി കണ്ടപ്പോൾ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. എല്ലാവർക്കും കണ്ടൻമെൻറ്റിൽ ആയിക്കൊണ്ട്, സംതൃപ്തിയിലായിക്കൊണ്ട്, ഉപമയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ടേക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. നമസ്കാരം, നന്ദി, നമസ്കാരം. Okay guys.